തിരുവനന്തപുരത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കണ്ടെത്തി. വെങ്ങാനൂരിലാണ് സംഭവം. 14 വയസ്സുകാരനായ അലോഹനാഥാണ് മരിച്ചത്. വീടിനുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കമലേഷ് ചേരുകയാണ്. കമലേഷ്, എന്താണ് സംഭവം? ഈ പോലീസ് എന്താണ് പറയുന്നത്? ദുരൂഹത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ കമലേഷ്. അതിര തീർച്ചയായും ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ കുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ദുരൂഹത ഉണ്ട് ഈ മരണത്തിൽ നിന്ന് തന്നെയാണ് ബന്ധുക്കളും പറഞ്ഞത്. ഇതിന്റെ ഭാഗമായി കുട്ടിയെ നേമം ശാന്തിവിള ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇതിനകത്ത്, അതായത് ഈ കുട്ടിയുടെ കഴുത്തിൽ ചില പാടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും അബദ്ധവശാൽ ഷോക്കേറ്റ് മരിച്ചതാവാം എന്ന ഒരു കാര്യമാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. അതേസമയം ഈ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാർ, മൃതദേഹം പരിശോധിച്ച ഡോക്ടർമാർ പറയുന്നത് ഇതിലൊരു ദുരൂഹതയുണ്ട്. എങ്ങനെ ഈ മരണകാരണം സംബന്ധിച്ച് മറ്റ് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ ഇതിന്റെ വ്യക്തത വരികയുള്ളൂ. അല്പസമയത്തിനകം കുട്ടിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയാണ്. ആതിര, ബന്ധുക്കൾ തന്നെയാണല്ലോ ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നൊരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഒരു ദുരൂഹത സംബന്ധിച്ച്. പോലീസ് ഇത് സംബന്ധിച്ച് പ്രാഥമികമായ ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതായത് കുട്ടിയുടെ കഴുത്തിൽ ചില മുറിവുകൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ നീല നിറം കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഷോക്കേറ്റതാവാം. അത് ഷോക്കേറ്റതിന്റെ അടക്കമുള്ള അത്തരത്തിലുള്ള പാടുകളാണ് കാണാൻ കഴിയുന്നത് എന്നതാണ് പോലീസ് പറയുന്ന കാര്യം. ഈ ഡോക്ടർമാരെ സംബന്ധിച്ചും പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ ഈ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർമാരടക്കം പറയുക. ആതിര, ശരി, വ്യക്തമാണ്. കമലേഷ് തെക്കേക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.